കഴിഞ്ഞ കുറച്ച് ദിവസമായി മാർക്കറ്റ് കറക്ഷൻ ഫേസിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ചും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്നിരിക്കുന്ന ഈ അഡ്വാൻറ്റേജ് മുതലെടുക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി അനുസരിച്ച് അക്കുമുലേറ്റ് ചെയ്യാവുന്നതും ഡിസ്കൗണ്ട് ലഭിക്കുന്നതുമായ ചില മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാർക്കറ്റ് കറക്ഷൻ ഫേസിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് പലരും മാർക്കറ്റിൽ ഷോർട്ട് സെല്ലിംഗ് നടത്തി മികച്ച നേട്ടം നേടാറുണ്ട്. ഷോർട്ട് സെല്ലിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഷോർട്ട് സെല്ലിങ്ങിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും വളരെ ആധികാരികമായി പ്രതിപാദിക്കുന്ന ഒരു ബുക്കാണ് ഷോർട്ട് സെല്ലിംഗ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ബുക്ക്. ഈ ബുക്കിൻ്റെ ഓഡിയോ സമ്മറി കുക്കു FM എന്ന ഓഡിയോ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ കണ്ടന്റ് കൂടാതെ മറ്റെല്ലാ ബുക്കുകളുടെയും ഹൈ ക്വാളിറ്റി ഓഡിയോ സമ്മറി കേൾക്കുന്നതിന് കുക്കു FM എന്ന പ്ലാറ്റ്ഫോം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കുക്കു FMൻ്റെ വാലന്റൈൻസ് സെയിൽസ് ഇപ്പോൾ നടക്കുന്നു. ഫെബ്രുവരി 12-ാം തീയതി മുതൽ 16-ാം തീയതിക്കകം കുക്കു FM ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ലവ് 60 എന്ന കോഡ് നൽകുകയാണെങ്കിൽ ആനുവൽ സബ്സ്ക്രിപ്ഷനിലും മന്ത്ലി സബ്സ്ക്രിപ്ഷനിലും 60% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. അട്രാക്റ്റീവ് വാല്യൂഷനിലും ഡിസ്കൗണ്ടിലും ലഭിക്കുന്ന മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ ഒന്നാമത്തെ സ്റ്റോക്കാണ് ഇൻഡിഗോ പെയിൻറ്റ്. ഇൻഡിഗോ പെയിൻറ്റ് ഇന്ന് 1% ഇടിഞ്ഞ് 1458 ക്ലോസിംഗ് നൽകി. 6000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 48.87, ഡിവിഡൻഡ് ഈൽഡ് 0.24%. 52 വീക്ക് ഹൈ 1679, 52 വീക്ക് ലോ 981. ഈ ക്വാർട്ടർലി റിസൾട്ടിൽ ഇൻഡിഗോ പെയിൻറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. സെയിൽസ് 281 കോടിയിൽ നിന്നും 341 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിലും 270 കോടിയിൽ നിന്നും 341 കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഉയർന്നു. ഓപ്പറേറ്റിംഗ് മാർജിൻ 14% നിന്നും കമ്പനി 18% മെച്ചപ്പെടുത്തുകയും നെറ്റ് പ്രോഫിറ്റ് 26 കോടിയിൽ നിന്നും 38 കോടിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. കമ്പനിയുടെ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 20%, പ്രോഫിറ്റ് ഗ്രോത്ത് 40%, ROE 17%. പ്രൊമോട്ടേഴ്സിന് 54% സ്റ്റേക്ക് ഹോൾഡിങ്ങും FISന് 8.7%, DISന് 1.7%, പബ്ലിക്കിന് 35% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. ROE 21.6%, ROE 18.4%. കമ്പനിയുടെ വാല്യൂഷൻ 48.3, 1700 രൂപയാണ് 52 വീക്ക് ഹൈ. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് മുകളിൽ കടബാധ്യത തീരെയില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും സ്ട്രോങ് ആണ്. ഏകദേശം 28 സംസ്ഥാനങ്ങളിലായി 16,496 ആക്റ്റീവ് ഡീലേഴ്സ് ഉണ്ട്. 8,273 ടിന്നിങ് മെഷീനുകളും 47 ഡിപ്പോകളുമുണ്ട്. റീസെൻ്റ്ലി കമ്പനി അതിൻ്റെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റിയും ഉയർത്തിയിരുന്നു. കൂടാതെ കമ്പനിയുടെ പ്രൊഡക്റ്റ് നോക്കിയാൽ എമൽഷൻ, ഇനാമൽ, വുഡ് കോട്ടിംഗ്, പ്രൈമർ, ഡിസ്റ്റംബർ, സിമെൻറ്റ്, പെയിൻറ്റ്, പുട്ടീസ് തുടങ്ങിയ എല്ലാ സെഗ്മെൻറ്റുകളിലും കമ്പനിക്ക് പ്രൊഡക്റ്റുകളുണ്ട്. റീസെൻ്റ്ലി കെമിക്കൽ ആൻഡ് വാട്ടർ പ്രൂഫിംഗ് സെഗ്മെൻറ്റിലെ ആപ്പിൾ കെമി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 51% സ്റ്റേക്കും അക്വയർ ചെയ്തിരുന്നു. ഇൻഡിഗോ പെയിൻറ്റ് എന്ന സ്റ്റോക്ക് 1500-നടുത്ത് ദീർഘകാലമായി കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. മാർക്കറ്റിൽ ലിസ്റ്റായ വിലയ്ക്കും താഴെയാണ് സ്റ്റോക്ക് ലഭിക്കുന്നത്. കൺസോളിഡേഷൻ ഫേസിൽ സ്റ്റോക്ക് നിൽക്കുന്നതുകൊണ്ട് ഡൗൺ സൈഡ് റിസ്ക് തീരെ കുറവാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ഡാറ്റാ പാറ്റേൺസ് ഇന്ത്യ ലിമിറ്റഡ്. ഡാറ്റാ പാറ്റേൺ ഇന്ന് 4% ഉയർന്ന് 1870-നടുത്ത് ക്ലോസിംഗ് നൽകി. 10,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 61.88, ഡിവിഡൻഡ് ഈൽഡ് 0.24%. 52 വീക്ക് ഹൈ 2485, 52 വീക്ക് ലോ 1200. സ്റ്റോക്ക് 1870-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 6 മാസം കൊണ്ട് 13% നെഗറ്റീവ് റിട്ടേണും 1 വർഷം കൊണ്ട് 30%-നടുത്ത് പോസിറ്റീവ് റിട്ടേണും സ്റ്റോക്ക് നൽകി. ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ഇലക്ട്രോണിക് സെഗ്മെൻറ്റിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് കമ്പനി എന്നാണ് ഡാറ്റാ പാറ്റേൺ എന്ന കമ്പനിയെ വിശേഷിപ്പിക്കുന്നത് തന്നെ. കമ്പനി പ്രധാനമായും വെർട്ടിക്കലി ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ഇലക്ട്രോണിക് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഡിഫൻസ് സെക്ടറിലെ കമ്പനിയുടെ ROE 14%, ROCE 19%. കമ്പനിയുടെ വാല്യൂഷൻ 63, 52 വീക്ക് ഹൈ 2480. ക്വാർട്ടർലി റിസൾട്ടിൽ 112 കോടിയിൽ നിന്നും സെയിൽസ് 140 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിൽ കമ്പനി മെച്ചപ്പെടുത്തി. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ 108 നിന്നും 140 കോടിയിലേക്കാണ് സെയിൽസ് ഉയർന്നിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് മാർജിൻ ക്വാർട്ടർ ടു ക്വാർട്ടർ 38%-ൽ നിന്നും 43%-ലേക്ക് ഉയരുകയും പ്രോഫിറ്റ് 34 കോടിയിൽ നിന്നും 51 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. ഇയർ ഓൺ ഇയർ നോക്കിയാൽ 33 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 51 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്.
3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 41%, പ്രോഫിറ്റ് ഗ്രോത്ത് 81%, ROE 19%. പ്രൊമോട്ടേഴ്സിന് 42.4% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISന് 6.7%, DISന് 9.15%, പബ്ലിക്കിന് 41.71% സ്റ്റേക്ക് ഹോൾഡിംഗുമാണുള്ളത്. റാലിക്ക് ശേഷം കൺസോൾട്ടേഷൻ, വീണ്ടും റാലി. ഈ രീതിയിലുള്ള ട്രെൻഡാണ് സ്റ്റോക്ക് ഫോളോ ചെയ്യുന്നത്. സ്റ്റോക്ക് സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. അക്യുമുലേറ്റ് ചെയ്യാവുന്ന മറ്റൊരു മികച്ച സപ്പോർട്ട് 1750. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 2000-ഉം അതിനുശേഷമുള്ള പ്രധാന റെസിസ്റ്റൻസ് 2400-ഉമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്